ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കുമാർ നഴ്സറി കൊല്ലം യൂട്യൂബ് ചാനലിൻ്റെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ പറയാൻ പോകുന്നത് കുറച്ച് മരുന്നടിക്കുന്നത്, അതായത് റോസ്, ചെമ്പരത്തി അങ്ങനെയുള്ളതിനെല്ലാം മരുന്ന് എങ്ങനെ കലക്കാം. അതായത് മരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗിസൈഡ്. ഇന്ന് നമ്മൾ ഫംഗിസൈഡ് എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നൊന്ന് കാണാം. അതുകൊണ്ട് അതിനകത്ത് ആ വെള്ളപ്പാടായിട്ടിരിക്കുന്നതെല്ലാം ഫംഗിസൈഡ് കൊടുത്തതിന് ശേഷമുള്ള അതിൻ്റെ ഒരു കാഴ്ചയാണ്. നമുക്ക് തുടങ്ങാം. ആദ്യമായി നമുക്കതിനായിട്ട് ആവശ്യമായിട്ടുള്ളത് ഒരു 5 ലിറ്ററിൻ്റെ ക്യാൻ എടുത്തു. 5 ലിറ്ററിൻ്റെ വാട്ടർ ക്യാൻ. അതായത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് വീഴുമെന്നുണ്ടെങ്കിലും ഈ സ്പ്രെയർ പെട്ടെന്ന് ചീത്തയായി പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അന്നേരം നമുക്ക് ഇതേപോലൊരു ക്യാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് അതിനകത്ത് വെള്ളം കൊടുക്കാം. അതേപോലെ നമുക്ക് ഫംഗിസൈഡോ ഇൻസെക്ടിസൈഡോ കരട് കയറി അടയത്തുമില്ല. ഇതാണ്ടേ, ഒരു കാരണവശാലും ഇങ്ങനെ ഇട്ട് കൊടുക്കരുത്. നമുക്കതിനകത്ത് എത്ര അളവാണ് വീഴുന്നതെന്ന് അറിയാൻ സാധിക്കില്ല. ഇല്ലെങ്കിൽ പിന്നെ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കണം. അതിനുവേണ്ടി നമ്മൾ എടുക്കേണ്ട ഒരു ചെറിയ സ്പൂൺ എടുക്കുക. സ്പൂണിൽ ഇതാണ്ടേ ഈ എടുക്കുന്ന രീതിയിൽ ചെറിയ കട്ട പോലൊക്കെ ഇരിക്കും. ഒരു 5 സ്പൂൺ. നമ്മളിപ്പം 5 ലിറ്റർ എടുത്തത് കൊണ്ടാണ്. സാധാരണ 1 ലിറ്ററൊക്കെ എടുക്കുകയാണെങ്കിൽ 1-1.5 സ്പൂൺ വരെ കൊടുക്കാം. 5 സ്പൂൺ എടുക്കണം. 5 സ്പൂൺ എടുത്തതിന് ശേഷമായിട്ട് ഇതിനകത്ത് നമുക്ക് വെള്ളമൊഴിച്ച് നല്ലപോലെ കലക്കണം. ഇടുക, നല്ലപോലെ വെള്ളമൊഴിച്ച് നന്നായിട്ട് കലക്കുക. ഫംഗിസൈഡാണ് നമ്മളിന്ന് കൊടുക്കാൻ പോകുന്നത്. അത് ഇൻഡോഫിൽ എന്ന് പറയുന്ന ഫംഗിസൈഡാണ് നമ്മൾ കൊടുക്കുന്നത്. അതിനകത്ത് മാംഗോ സബ്, ഡൈസബ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ഫംഗിസൈഡുകളുണ്ട്. അതിനുശേഷം നമ്മൾ അതിൻ്റെ ഫുള്ളായിട്ട് വെള്ളം ഒഴിച്ച് അതിനെ ഒന്ന് നിറയ്ക്കണം. വെള്ളം ഫുൾ ഓപ്പൺ ചെയ്ത് വിടുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഇത് നല്ലപോലെ മിക്സാവും. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുതായിട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം അതിനകത്ത് നല്ലപോലെ സ്റ്റിർ ചെയ്യുക, അതായത് ഇളക്കുക. നല്ലപോലെ ഇളക്കുമ്പോഴത്തേക്ക് ഇതേപോലെ മഞ്ഞ കളറിൽ നല്ലപോലെ നിൽക്കും. അതിന് നല്ല റോഡ്സിൻ്റെ കൂട്ടം വെച്ചേക്കുന്നത് കാണാം. നമ്മൾ അതിനകത്ത് നല്ല വൃത്തിയാവണ്ണം ഇലയിൽ വീഴത്തക്ക രീതിയിൽ ഒന്ന് നന്നായിട്ട് ഒഴിച്ചൊഴിച്ച് പോവുക. ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് എളുപ്പം പണി കഴിയും. 1, 2 പ്ലാന്റിന് സഫീഷ്യൻ്റായിട്ട് ഇലയിൽ തങ്ങി നിൽക്കും. എല്ലാ വെറൈറ്റിക്കും നമുക്ക് ഇതേപോലെ തന്നെ സ്പ്രേ ചെയ്ത് പോവാം. മറ്റേ സ്പ്രെയർ ആകുമ്പോഴത്തേക്ക് അതിനകത്ത് കരടൊക്കെ കയറി അടയാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് പേർക്ക് അങ്ങനെ പറ്റും. അത് വരാതിരിക്കാനായിട്ട് നമുക്ക് ഒരു ചെറിയ വെള്ള തുണി എടുക്കുക, അതിനകത്തോട്ട് വയ്ക്കുക. അതിനകത്തോട്ട് ഫംഗിസൈഡിൻ്റെ പൊടി ഇടുക. നല്ലപോലെ വെള്ളമൊഴിച്ച് ആ തുണിയിലൂടെ അരിച്ച് താഴോട്ടിറങ്ങുമ്പോഴത്തേക്ക് ഒരു പരിധി വരെയുള്ള കരടുകൾ അതിനകത്ത് തന്നെ തുണിയിൽ നമുക്ക് ശേഖരിച്ച് മാറ്റാൻ സാധിക്കും. പ്ലാന്റിന് കണ്ടില്ല, നല്ല തണുക്ക വീഴും. അതാണ്, ഇലയിൽ നല്ല തണുക്ക വീഴും. അതായത് തണുക്ക വീഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് നിൽക്കും, ഇലയിൽ തങ്ങി നിൽക്കും. അങ്ങനെ ഒരു പരിധി വരെ അത് ഇലയുടെ അടിവശത്തും കൂടെ വീഴാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഇച്ചിരി പ്രഷറിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല. അതിന് വേണ്ടി നമ്മളിപ്പം ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. നമുക്കൊരു വീട്ടുവളപ്പിൽ നമുക്ക് ഇതുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റും. ഒരുപാടുണ്ടെങ്കിൽ ഇതിന് വലിയ സ്പ്രെയറുണ്ട്. 15 ലിറ്റർ 16 ലിറ്ററിൻ്റെയൊക്കെ സ്പ്രെയറുണ്ട്. അതിനകത്ത് നന്നായിട്ട് കലക്കിയിട്ട് ഷോൾഡറിൽ തൂക്കിയിട്ടാണ് നമ്മൾ സ്പ്രേ ചെയ്യാറുണ്ട്. നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടല്ലോ. അങ്ങനെ പലതരം സ്പ്രെയറുകളുണ്ട്. അതിനകത്ത് നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കണ്ടില്ലേ, ഇതാകുമ്പോൾ നമുക്ക് തണുക്ക ഒഴിക്കാൻ പറ്റും. പ്ലാന്റിന് നല്ലതാണ്. പൂവിൽ നന്നായിട്ട് വീഴും. അത് പൂവിൽ വീഴുമെന്നുണ്ടെങ്കിൽ ലൈറ്റായിട്ട് വീണങ്ങ് പോവുകയാണ്. നല്ല സ്ഥിരമായിട്ട് നല്ല കട്ടിക്ക് വീണ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലവറിൻ്റെ കുറച്ച് നാൾ നീണ്ടു നിൽക്കാനായിട്ടുള്ള ആ ഒരു സ്റ്റെബിലിറ്റി, ആ കേപ്പബിലിറ്റി നഷ്ടപ്പെടും. അതുകൊണ്ട് പരമാവധി ഫ്ലവറിൽ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നീട് ഇങ്ങനെയാണ് നമ്മൾ ഫംഗിസൈഡ് കൊടുക്കുന്നത്. ഈ ആഴ്ച നമ്മൾ ഫംഗിസൈഡ് കൊടുക്കുകയാണ്. ഇതിനകത്ത് ഫംഗിസൈഡ് കൊടുക്കുന്നു. ഇനി നമ്മൾ 15 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇൻസെക്ടിസൈഡ് കൊടുക്കുന്നു. അത് വേറൊരു കട്ടയിൽ നമ്മൾ ഇതേപോലെ ഇൻസെക്ടിസൈഡ് കൊടുക്കുന്നത് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതിന് നമുക്ക് ഫംഗിസൈഡ് കലക്കി വയ്ക്കുന്നത് എങ്ങനെയാണ് എന്ന് ഈ ആഴ്ച നമുക്ക് കണ്ടു. അടുത്ത ആഴ്ച നമ്മൾ ഇൻസെക്ടിസൈഡ് കൊടുക്കാനായിട്ട് വെച്ചേക്കുന്നതിന് വേറൊരു ബ്ലോക്കിൽ നമ്മളത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് കാണാൻ ശ്രദ്ധിക്കും. ഇതിപ്പോൾ റോസിനകത്താണ് നമ്മൾ ഇത് ട്രൈ ചെയ്തത്. അതേപോലെ തന്നെ ചെമ്പരത്തിയിൽ, അതേപോലെ ഓർക്കിഡ്, അതുപോലെ എന്തൊക്കെയുണ്ടോ എല്ലാ ചെടികൾക്കും പച്ചക്കറികൾക്കുൾപ്പെടെ കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഇൻഡോഫിൽ അല്ലെങ്കിൽ മാംഗോ സബ്, ഡൈസബ്. അത് കടകളിൽ നിന്ന് മേടിക്കാൻ സാധിക്കുന്നതാണ്. അത് മേടിക്കുക. 1 ലിറ്റർ വെള്ളത്തിനകത്ത് 1.5 സ്പൂൺ എന്നുള്ള കണക്കിലിടുക. നല്ലപോലെ കലക്കുക, സ്പ്രേ ചെയ്ത് കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ വാട്ടർ ക്യാനിനകത്താണെന്നുണ്ടെങ്കിൽ 7.5 സ്പൂൺ വരെ നമുക്ക് 5 ലിറ്ററിൽ കൊടുക്കാം.
5 സ്പൂണായാലും വലിയ കുഴപ്പമില്ല. എടുക്കുക, നല്ലപോലെ കലക്കുക. എന്നിട്ട് മാക്സിമം പൊക്കി ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇലയിൽ നല്ല തണുർക്ക വീഴും. അത് ഫംഗസിനെ അകറ്റാനായിട്ടുള്ള ഒരു മാർഗമായിട്ട് നമുക്ക് കരുതാം. അതേപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാക്സിമം നിങ്ങളുടെ വിലയേറിയ കമൻസ് ഞങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.